ഡിവൈഎഫ്ഐ പോലൊരു യുവജന സംഘടനയ്ക്ക് എങ്ങനെയാണ് CSR ഫണ്ട് കൈമാറാൻ വേണ്ടി സാധിക്കുക? ആ റെസിപ്റ്റിൽ തന്നെ പറയുന്നത് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ CSR എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഇവർക്ക് സാധിക്കുക? അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഡിവൈഎഫ്ഐ പിരിച്ച പണം സർക്കാരിലേക്ക് CMDRFിലേക്ക് 1 രൂപ പോലും കൈമാറിയിട്ടില്ല. എന്നിട്ട് കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും CMDRFിൻ്റെ വിശ്വാസ്യത തകർക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണം നടത്തി. എന്നിട്ട് ഞങ്ങളെ വിമർശിച്ചു. എവിടെ പണമെന്ന് നിരന്തരമായി ചോദിച്ചു. ആ ചോദിക്കുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഈ പണം കൈമാറിയിട്ടില്ല. 2026 ജനുവരി മാസം 5-ാം തീയതി വരെ ഡിവൈഎഫ്ഐയുടെ പണം കൈമാറിയിട്ടില്ല. അതുവരെ ആ പണം എന്തിനുപയോഗിച്ചു? ആ പണം ഇവരുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു. അതിൻ്റെ പലിശ വാങ്ങി എന്നുള്ളത് സമ്മതിച്ചാൽ മതി. ഇന്നലെ വസീബ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമാഹരിച്ചതിനേക്കാൾ കൂടുതൽ 1,05,00,000 രൂപയാണ് യൂത്ത് കോൺഗ്രസ് സമാഹരിച്ചെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണം ഞങ്ങൾക്ക് പലിശയായി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ വയനാട്ടിലെ ജനതയുടെ പേരിൽ പിരിച്ച പണത്തിൻ്റെ പലിശ എടുത്ത് തിന്നാൻ പാടുണ്ടോ ഡിവൈഎഫ്ഐക്കാരൻ? അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ ഡിവൈഎഫ്ഐക്കാരൻ? അപ്പോൾ അവർ പറഞ്ഞു വന്ന കാര്യം എന്താ? CMDRFിലേക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞു. CMDRFിലേക്ക് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? CMDRFിന് വിശ്വാസ്യതയില്ലേ? ഇനി അങ്കമാലിയിലെ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസിലേക്കാണ് പണം കൊടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യം മറ്റ് സംഘടനകൾ അറിയിച്ചിട്ടില്ല? എന്തുകൊണ്ട് കർണാടക സർക്കാരിന് ഇതേ ആനുകൂല്യം കൊടുത്തില്ല? മറ്റാരും തന്നെ സ്പോൺസർമാരായില്ല. അപ്പോൾ ഇതിലെല്ലാം തന്നെ വലിയ കള്ളക്കളി ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവരും. UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംസ്ഥാനത്തിനകത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷിക്കണം എന്ന് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യും.